അപ്പം ഇവർക്കില്ലാത്ത പ്രയാസം നിങ്ങൾക്ക് വേണ്ട കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ പറഞ്ഞത് നിങ്ങൾ ചോദ്യം ചോദിച്ചുകൊണ്ടാണ് നിങ്ങളുടെ ചാനലിൻ്റെ പേര് പറഞ്ഞത്. വേറൊരാൾ ചോദ്യം ചോദിക്കുമ്പോൾ ആ ചാനലിൻ്റെ പേരിലേ ഞാൻ പറയുന്നത്. അപ്പം മീഡിയ വൺ ചോദ്യം ചോദിക്കുന്നത് മീഡിയ വണ്ണിൻ്റെ പേര് പറയും, മനോരമയെ ചോദ്യം ചോദിക്കുന്നത് മനോരമയുടെ പേര് പറയും. അതിന് പേഴ്സണലായിട്ട് ഞാൻ ആദ്യമായി പാർട്ടിയിൽ വീട് കയറാൻ തുടങ്ങിയത് ഏതെങ്കിലും ഭാരവാഹിത്വം കിട്ടിയപ്പോഴല്ല. ഒരു ഭാരവാഹിത്വം ഇല്ലാതെ എനിക്ക് വോട്ടില്ലാത്ത കാലത്ത് ഇതുപോലെ സ്ലിപ്പും പിടിച്ചുകൊണ്ട് വീട് കയറി തുടങ്ങിയതാണ്. ആ ശീലം എൻ്റെ മരണം വരെ തുടരും. എൻ്റെ പ്രദേശത്ത് ഞാൻ ഏതെല്ലാം പ്രദേശത്ത് പ്രവർത്തിക്കുന്നു ആ പ്രദേശത്തെ കോൺഗ്രസിൻ്റെ പ്രവർത്തകരെ, UDF പ്രവർത്തകരെ, നേതാക്കന്മാരെ ജയിപ്പിക്കാൻ എന്നെ കൊണ്ട് സാധ്യമായതെല്ലാം ഞാൻ ചെയ്യും. അല്ല, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സ്വാഭാവികമായിട്ട് കോൺഗ്രസ് പാർട്ടി ഒരു നടപടിയെടുത്തു. ആ നടപടി എടുത്തിട്ട് ആ നടപടിയുടെ കാലയളവിൽ എന്തെല്ലാം ചെയ്യാമെന്ന് എനിക്ക് ബോധ്യമുണ്ട്, അത് നേതാക്കന്മാർക്കും ബോധ്യമുണ്ട്. അതിലേതെങ്കിലും ഒരു കാര്യം ഞാൻ ലംഘിച്ചാൽ മാത്രമാണ് അവർക്ക് എന്നെ വിളിച്ചു പറയേണ്ടുന്ന കാര്യമുള്ളത്. അപ്പം നിങ്ങൾക്ക് ഈ പാർട്ടിയുടെ ഭരണഘടനയെ പറ്റിയും ഈ പാർട്ടിയുടെ രീതികളെ പറ്റിയും വല്ലാത്ത ബോധ്യമില്ലാത്തത് എൻ്റെ പ്രശ്നമല്ലല്ലോ. പാർട്ടി സസ്പെൻഷൻ പീരീഡിൽ എന്തെല്ലാം ചെയ്യാം, എന്തെല്ലാം ചെയ്യാൻ പാടില്ല ഞാൻ കണ്ടു. നിങ്ങൾ നേതാക്കന്മാരോട് ചോദിക്കുന്നത് കേട്ടു, സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ അടക്കം പങ്കെടുത്തില്ലെന്ന്. ഞാൻ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ പങ്കെടുത്തിട്ടില്ല. അതിവിടെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൻ്റെ ചുമതല ഉണ്ടായിരുന്ന ശ്രീ VK ശ്രീകണ്ഠനും അതുപോലെ തന്നെ ഇവിടുത്തെ DCC പ്രസിഡന്റും അടക്കമുള്ള ആളുകൾ പറഞ്ഞല്ലോ. ഞാൻ പറയുന്നുണ്ടല്ലോ ഞാൻ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ പങ്കെടുത്തില്ല എന്ന്. പിന്നെ നിങ്ങളെങ്ങനെയാണ് പറയുക? ഇവിടെ പക്ഷേ പാർട്ടി കുറേ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചിങ്ങോട്ട് വിടുമ്പോൾ ആ സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കുക എന്നുള്ളത് ഞങ്ങൾ പ്രവർത്തകരുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം ഞങ്ങൾ നിറവേറ്റും. അത് നിങ്ങൾ എത്ര കിടന്ന് വാർത്ത കൊടുത്താലും എന്ത് ചെയ്താലും കോൺഗ്രസിനെ UDF ജയിപ്പിക്കാൻ സാധ്യമായതെല്ലാം ഞാൻ ചെയ്യും.